നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മിക്കതും കുടക് വനാന്തരങ്ങളിൽ കാണാതായ പിന്നീട് കണ്ടെത്തിയ ശരണ്യ എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. പലരും അവരുടെ വീക്ഷണകോണിലൂടെ ഈ വാർത്തയെ വിലയിരുത്തിയപ്പോൾ ശരണ്യ സൂപ്പറ എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ കാണുകയുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ് ശരണ്യ സൂപ്പറാകുന്നത് എന്നതിനെക്കുറിച്ചാണ്. വീട്ടുകാരെ അറിയിക്കാതെ ട്രെക്കിങ്ങിനിറങ്ങിയ പെൺകുട്ടിയാണ് ശരണ്യ. ശരിക്കും ഏതൊരു യാത്ര പുറപ്പെടുമ്പോഴും ട്രെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് സാഹസികത നിറഞ്ഞ യാത്രയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇങ്ങനെയൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ സ്വന്തം വീട്ടുകാരെ അറിയിക്കുക എന്നുള്ളത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ആരെയും അറിയിക്കാതെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പോലും നമ്മൾ അപകടം പതിയിരിക്കുന്ന മേഖലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊരു കരുതൽ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ശരണ്യ സൂപ്പറ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായും വീട്ടുകാരാണ് ഒരു തരത്തിൽ ചിന്തിച്ചാൽ സൂപ്പർ എന്നുള്ളതാണ്. കാരണം വീട്ടുകാരറിയാതെ യാത്ര പുറപ്പെട്ടിട്ടും ശരണ്യയ്ക്ക് വേണ്ടി കാത്തിരുന്ന പ്രാർത്ഥിച്ച രക്ഷിതാക്കളെയും സഹോദരനെയും കാണുകയുണ്ടായി. മാധ്യമങ്ങളിലൂടെ അവരെ കണ്ടപ്പോൾ സ്വാഭാവികമായും നമുക്കൊക്കെ ഉള്ളിലൊരു വിഷമം തോന്നിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്രയേറെ സ്വാതന്ത്ര്യം നൽകിയ ഒരു കുടുംബത്തിൽ നിന്ന് അവരെ അറിയിക്കാതെ യാത്ര പുറപ്പെടാൻ ശരണ്യയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയുമുണ്ടായി. ഒടുവിൽ കണ്ടെത്തി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവരുടെ മുഖത്തൊക്കെ കണ്ടത് സന്തോഷമായിരുന്നെങ്കിൽ ശരണ്യയുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള വികാരവുമില്ലാത്ത ഒരു നിർവികാരാവസ്ഥയാണ് ശരിക്കും കണ്ടത്. അപ്പോഴും ഇനിയൊരു യാത്ര പോകുമ്പോൾ ഞങ്ങളോട് പറയണേ എന്ന് പറയുന്ന അച്ഛൻ്റെ നിസ്സഹായമായ മുഖവും കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതൊരു യാചനയുടെ സ്വരമായിട്ടാണ് എനിക്കൊക്കെ തോന്നിയത്. ഈ തരത്തിൽ സാഹസികമായ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ പോലും ശരണ്യ ചെയ്തില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റ്. കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് മുമ്പേ യാത്ര ചെയ്തവർക്ക് പിറകെ യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ശ്രദ്ധയൊന്ന് തിരിഞ്ഞാൽ ഒരുപക്ഷെ ഉൾവനങ്ങളാണ്, വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത പോലും ശരണ്യ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയൊരു യാത്ര പുറപ്പെടുമ്പോൾ തീർച്ചയായും പക്വത കാണിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് ഇങ്ങനെയൊരു അപകടം ഉണ്ടായപ്പോൾ ശരണ്യ ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കാം. തിരിച്ചു വന്ന ശരണ്യ പ്രവർത്തകരോട് പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊക്കെ ഒരു തരത്തിൽ പേടി തോന്നിക്കാണും. കാരണം വനാന്തരങ്ങളിൽ 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന ശരണ്യയ്ക്ക് ഒരു പേടിയും തോന്നിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ പേടിച്ചുപോയി. കാരണം ഇത്ര ദിവസവും ആരുമില്ലാത്ത കൂരിട്ടുള്ള വനത്തിൽ വന്യമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാവുന്ന അവസ്ഥയിൽ 4 ദിവസം കഴിച്ചു കൂട്ടിയ ശരണ്യയ്ക്ക് പേടി തോന്നിയില്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്നാണ് ഞാനൊക്കെ ചിന്തിച്ചത്. എത്ര ഉരുക്ക് മനുഷ്യനാണെങ്കിലും ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ കാട്ടിൽ സ്വസ്ഥമായിരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊരു അനുഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അങ്ങനെ കഴിഞ്ഞ് തിരിച്ചു കണ്ടെത്തിക്കൊണ്ടുവന്ന ശരണ്യ സൂപ്പറ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്നത്, ശരണ്യ ഒറ്റയ്ക്ക് ആ കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിരുന്നു എങ്കിൽ ശരണ്യ സൂപ്പറ എന്ന് നമുക്കൊക്കെ സമ്മതിക്കാമായിരുന്നു. പക്ഷേ
സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആ ഘോരവനത്തിലേക്ക് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ തോട്ടം തൊഴിലാളികളല്ലേ യഥാർത്ഥത്തിൽ സൂപ്പർ. നമ്മളൊക്കെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതല്ലേ? മഞ്ഞുമ്മൽ ബോയ്സിൽ കുഴിയിൽ വീണ് കിടക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയ, കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളാണോ സൂപ്പർ? ആരാണെന്ന് നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിൽ സാഹസികമായ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കരുതലോടുകൂടി യാത്ര ചെയ്യാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ശരണ്യയുടെ ഈ ഒരു അപകടം, അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് ശരിക്കും സ്വന്തം അധ്വാനത്തിൻ്റെ പണം ഉപയോഗിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ പോലും, കാരണം നമ്മളൊക്കെ വിദ്യ അഭ്യസിക്കുമ്പോൾ നമ്മളോടൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എത്ര അധികം വിദ്യ നേടിയാലും, വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നത ഘട്ടത്തിൽ എത്തിയാലും വിനയം എന്നുള്ളത്, ബഹുമാനം എന്നുള്ളത് കൈവിടരുത് എന്ന ഒരു ആപ്തവാക്യം നമ്മുടെയൊക്കെ ഉള്ളിടത്തോളം കാലം വീട്ടുകാരെ ബഹുമാനിച്ച് കരുതലോടുകൂടി വിനയത്തോടുകൂടി പെരുമാറാൻ, യാത്ര ചെയ്യാൻ സാധിക്കണം. ഒരിക്കലും എല്ലാം നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങും എന്നുള്ള രീതിയിലല്ലാതെ യാത്രകളാകാം, അത് കരുതലോടുകൂടി ആയിരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരിക്കലും അഹങ്കാരത്തിൻ്റെയോ ധിക്കാരത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാൻ ആരും ഇറങ്ങി പുറപ്പെടരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം ഓരോ അപകടവും, ഇപ്പോൾ തന്നെ ശരണ്യ അകപ്പെട്ട വനത്തിൽ വന്യമൃഗങ്ങൾ എത്തിയിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഒരു മാത്രമെങ്കിലും നമ്മളൊക്കെ ചിന്തിച്ചിരിക്കണം. ഒരിക്കലും ആർക്കും അങ്ങനെ ഒരു അപകടം വരരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും യാഥാർത്ഥ്യം എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുക തന്നെ വേണം. ശരിക്കും ആ വനത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങിയില്ല എന്നുള്ളത് ശരണ്യ സൂപ്പറായതുകൊണ്ടല്ല. എന്തോ ഒരു ഭാഗ്യം, ഒരുപക്ഷെ വീട്ടുകാരുടെ പ്രാർത്ഥന എന്തിൻ്റെയെങ്കിലും ഫലമായിട്ടാകാം ഒരുപക്ഷെ ആ വന്യമൃഗങ്ങൾ ആ വനാന്തരങ്ങളിൽ അന്ന് ഈ 4 ദിനത്തിലും കാണാതെ പോയത്. എന്തായാലും ട്രെക്കിംഗ് ഒക്കെ നല്ലത് തന്നെ. സാഹസിക യാത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ആഗ്രഹിക്കാവുന്ന, ഒരുപാട് ദൂരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന അങ്ങനെയൊരു ആഗ്രഹം ശരണ്യ പറയുകയുണ്ടായി. എവറസ്റ്റ് കീഴടക്കാനുള്ള യാത്രയ്ക്ക് പുറപ്പെടും എന്നുള്ള രീതിയിലൊക്കെ വാർത്ത കേൾക്കുകയുണ്ടായി. എന്തായാലും യാത്രകളൊക്കെ മംഗളമായി തീരാൻ, ശരിക്കും നല്ല രീതിയിൽ കരുതലോടുകൂടി യാത്ര ചെയ്യാൻ ശരണ്യയ്ക്ക് കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു പാഠം, കാരണം ഏതൊരു യാത്ര പുറപ്പെടുമ്പോഴും വീട്ടുകാരെ അറിയിച്ച് കരുതലോടുകൂടി യാത്ര ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.